വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്തമായ ധാരാളം വാർത്തകൾ ദിവസേന നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മറ്റും കാണാറുണ്ടല്ലേ. അതിൽ തന്നെ നമുക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത ആചാരങ്ങൾ, അല്ലെങ്കിൽ വധൂവരന്മാരുടെ വ്യത്യസ്തമായ ആഘോഷങ്ങൾ, വേഷം, സംസ്കാരം എന്നിങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ട പല രസകരമായതും പുതുമയുള്ളതുമായ വിവരങ്ങൾ നമ്മളെ ആകർഷിക്കാറുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിൽ വ്യത്യസ്തമായൊരു വിവാഹം വാർത്തകളിൽ വലിയ രീതിയിൽ ഇടം നേടിയിരിക്കുകയാണ്. നമുക്കറിയാം, വിവാഹ ജീവിതം ഏറ്റവും സുന്ദരമായ ഓർമ്മയായി ആഘോഷിക്കുവാനാണ് പലരും ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ സ്വന്തം വിവാഹം സ്വപ്നം കണ്ടതുപോലെ ആഘോഷമാക്കുന്നതിനായി UK സ്വദേശിനിയായ സ്ത്രീ നീക്കിവെച്ചത് തന്റെ 20 വർഷത്തെ സമ്പാദ്യമാണ്. എന്നാൽ താൻ ആഗ്രഹിച്ചതുപോലെ ഒരാളെ വിവാഹം കഴിക്കാൻ കിട്ടിയില്ല എന്ന കാരണത്താൽ സ്വയം വിവാഹം ചെയ്തിരിക്കുകയാണ് ഈ യുവതി. UK നിന്നുള്ള സാറ വിൽക്കിൻസൺ എന്ന 42-കാരിയാണ് ഏറെ വ്യത്യസ്തമായ തരത്തിൽ ഒരു വിവാഹം നടത്തിയിരിക്കുന്നത്. വിവാഹത്തെക്കുറിച്ച് ധാരാളം പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന സാറ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വിവാഹത്തിന് വേണ്ടി ശമ്പളത്തിൽ നിന്ന് കുറച്ച് പണം മാറ്റിവെക്കാറുണ്ടായിരുന്നു. എന്നാൽ സാറയ്ക്ക് തന്റെ ജീവിത പങ്കാളിയാകുവാൻ അനുയോജ്യമായ ഒരു വ്യക്തിയെ കണ്ടെത്താൻ സാധിച്ചതുമില്ല. ഇതോടെ സുഹൃത്തുക്കളെയും പ്രിയപ്പെട്ടവരെയും എല്ലാം ക്ഷണിച്ച് സാറ ഒരു വിവാഹ പാർട്ടി തന്നെ അങ്ങ് നടത്തി. തനിക്കുള്ള വിവാഹ മോതിരവും സാറ തന്നെയാണ് വാങ്ങിയത്. ഒരു ഒഫീഷ്യൽ വിവാഹം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എന്നെ സംബന്ധിച്ച് എൻ്റെ വിവാഹം തന്നെയായിരുന്നു അതെന്ന് വിശ്വസിക്കുവാനാണ് എനിക്കിഷ്ടം. ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കൂടെ ഒരു പങ്കാളിയില്ല, അത് ശരി തന്നെയാണ്. പക്ഷേ ഞാൻ എന്തിനാണ് എൻ്റെ വിവാഹം മിസ് ചെയ്യുന്നത്? അതിനുവേണ്ടി ഞാൻ പണം സ്വരുക്കൂട്ടിയിരുന്നു. അതൊക്കെ മറ്റെന്തിനെങ്കിലും വേണ്ടി ഉപയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും വിവാഹശേഷം സാറ പറഞ്ഞു. എന്തായാലും 10 ലക്ഷം രൂപയാണ് സാറ തൻ്റെ വിവാഹം പൊടിപൊടിക്കുവാനായി ചിലവിട്ടിരിക്കുന്നത്. ഏറ്റവും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന 40 പേരാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. ക്ലാസിക് വൈറ്റ് ഗൗണിൽ അതീവ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയ സാറയെ വിവാഹവേദിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് അമ്മയാണ്. എന്തായാലും സാറയുടെ ഈ വ്യത്യസ്തമായ വിവാഹം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിലാണ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത്.